അപ്പോൾ പറഞ്ഞു ഏട്ടത്തി, എന്തെങ്കിലും എനിക്ക് ഏട്ടത്തിയുടെ കഥ മുഴുവനും അറിയണം. അല്ലാതെ ഇന്ന് ഏട്ടത്തി ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുപ്പിച്ചിൽ കളഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ വന്ന നന്ദുവിനെ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് ആദി പറഞ്ഞു. വീടിൻ്റെ പിൻവശത്തായുള്ള ആ പ്രകൃതി രമണീയമായ ഭംഗിയിൽ ഒരു നിമിഷം നന്ദുവിൻ്റെ കണ്ണുകൾ പതിച്ചു. അവൾ ഏതോ ഓർമ്മയില്ലെന്നതുപോലെ അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഏട്ടത്തി, ആദി തട്ടി വിളിച്ചപ്പോഴാണ് അവൾ നോട്ടം മാറ്റിയത്. ഏട്ടത്തി ഇത് എന്തേ ആലോചിച്ചുകൊണ്ട് നിൽക്കുക? ബാക്കി പറഞ്ഞേ. ആദിയോടെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും നന്ദു അവളുടെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് ബാക്കി പറയാൻ തുടങ്ങി. ഞങ്ങളന്ന് പോയത് മുംബൈയിലേക്കായിരുന്നു. അവിടെയുള്ള നന്ദേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അരികിലേക്ക്. അനന്തു. മുംബൈയിൽ റെയിൽവേ സ്റ്റേഷനിലൂടെ നന്ദുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ട ആനന്ദ് തിരിഞ്ഞു നോക്കിയത്. ഗിരിയേട്ടാ. പിന്നിൽ നിൽക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആനന്ദ് അവനെ മുറുക്ക പുണർന്നു. എത്ര നാളായിടാ കണ്ടിട്ട്? അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗിരി പറഞ്ഞതും ആനന്ദ് ഒന്ന് പുഞ്ചിരിച്ചു. ഗിരി ആനന്ദിൻ്റെ ബാല്യകാല സുഹൃത്തായ ഗൗതമിൻ്റെ ഏട്ടനാണ്. ഒരു കാലത്ത് ആനന്ദിന് സ്വന്തം വീട് പോലെയായിരുന്നു ഗിരിയുടെ വീടും. പിന്നീട് എപ്പോഴോ അവർ തമ്മിലുള്ള കോണ്ടാക്ട്സ് നിന്നു പോയിരുന്നു. എങ്കിലും വീട്ടിൽ നിന്നും ഇറങ്ങിയ ഉടനെ അവൻ ആദ്യം ഓർത്തത് ഗൗതത്തെയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ആനന്ദ് അവനെ വിളിച്ച കാര്യം പറഞ്ഞു. അവനാണ് മുംബൈയിലേക്ക് പോകാനും അവിടെ ചെന്ന് തൻ്റെ ഏട്ടനെ കണ്ട് സംസാരിക്കാനും ആനന്ദിനോട് പറഞ്ഞത്. ഗിരി ഒരു ബിസിനസ് ആവശ്യത്തിനായി അബ്രോഡ് പോയിരുന്നതുകൊണ്ടാണ് കുറച്ച് ദിവസം അവൻ വയനാട്ടിൽ പോയി സ്റ്റേ ചെയ്തത്. അതിനിടയിലാണ് നന്ദുവായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. ആനന്ദ് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഗിരിയുടെ കണ്ണുകൾ ആനന്ദിൻ്റെ പിന്നിലായി പതുങ്ങി നിൽക്കുന്ന നന്ദുവിൽ പതിക്കുന്നത്. ഇത് അവൻ സംശയത്തോടെ നന്ദുവിനെയും ആനന്ദിനെയും മാറി മാറി നോക്കി. അത് ഗിരിയേട്ടാ, എൻ്റെ വൈഫാണ്. അവനൊരു പതർച്ചയുടെ മറുപടി പറഞ്ഞതും നന്ദു അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. വൈഫ്? നിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം ഗൗതം വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോടാ. ഇതെപ്പോഴായിരുന്നു? അവനൊരു ചിരിയോടെ ആനന്ദിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. അതേട്ടാ, എല്ലാം പെട്ടെന്നായിരുന്നു. ഞാനെല്ലാം വിശദമായിട്ട് പറയാം. അവൻ ചെറിയൊരു ചമ്മലോടെ പറഞ്ഞിട്ട് ഗിരിയെ നോക്കി. രണ്ടുപേരും വാ, ബാക്കിയൊക്കെ വീട്ടിൽ പോയി സംസാരിക്കാം. ഗിരി അവയോട് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നതും തിരിഞ്ഞ നന്ദുവിനെ ഒന്ന് നോക്കി കൈകൊണ്ട് കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് ആനന്ദും അവൻ്റെ കൂടെ നടന്നു. അവർ പോന്ന് നോക്കി ഒന്ന് സംശയിച്ചതിന് ശേഷം നന്ദുവും അവിടെ പിന്നാലെ ചെന്നു. വലിയൊരു ബംഗ്ലാവിന് മുന്നിൽ ഗിരിയുടെ കാർ വന്ന് നിന്നു. ഗേറ്റിന് മുൻപിൽ നിന്ന് സെക്യൂരിറ്റിയോട് എന്തോ പറഞ്ഞുകൊണ്ട് അവൻ കാർ അകത്തേക്ക് പായിച്ചു. ഇതാണോ ഗിരിയേട്ടൻ്റെ വീട്? കണ്ണുകൾ വിടർത്തി ആ ബംഗ്ലാവിനെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ആനന്ദ് ചോദിച്ചു. നോ, ഇതെൻ്റെ ബോസിൻ്റെ വില്ലയാണ്. ഞാനും ഫാമിലിയും ഇവിടുത്തെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. ആ ബംഗ്ലാവിനോട് ചേർന്ന് തന്നെ കാണാൻ ഒരു ഇരുനില കെട്ടിടത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗിരി പറഞ്ഞു. ശേഷം അവൻ കാർ ഔട്ട് ഹൗസിൻ്റെ മുന്നിലായി ഒതുക്കി നിർത്തി. വാവ്, അടിപൊളിയാണല്ലോ ഗിരിയേട്ടാ. ഔട്ട് ഹൗസ് പോലും ഇത്രയും വലുത്. ഓ, നിങ്ങളുടെ മുതലാളി ആളൊരു അംബാനിയാണല്ലേ? ഡോർ തുറന്ന് ഇറങ്ങുന്നതിനിടയിൽ ആനന്ദ് ഗിരിയോടായി ചോദിച്ചു. അംബാനിയല്ല മോനെ, പക്ഷെ അംബാനിക്ക് അടുത്തെത്തും. പുള്ളിക്കാന് ഇല്ലാത്ത ബിസിനസ് ഒന്നുമില്ല. ആദ്യം കുടുംബ ബിസിനസ് മാത്രമായിരുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു ഫാം തുടങ്ങി, SDS ഇൻഡസ്ട്രീസ്. നിമിഷങ്ങൾ കൊണ്ടായിരുന്നു അതിൻ്റെ വളർച്ച. അതിൻ്റെ പിന്നിലെ ഹോസ്പിറ്റൽസ്, കൺസ്ട്രക്ഷൻ, അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാത്തിനെയും ഹെഡ് ഓഫീസ് US-ലാണ്. സാറും ഫാമിലിയുമൊക്കെ US-ൽ തന്നെ സെറ്റിൽഡാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതിനിടയിൽ ഗിരി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ? അവൻ പറഞ്ഞു കേട്ട് ആനന്ദ് സംശയത്തോടെ ചോദിച്ചു. ഇവിടെ സാറിൻ്റെ ഒരു പെങ്ങളും ഫാമിലിയും താമസിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളും ഉണ്ട്. ഞങ്ങളോടും വില്ലയിൽ തന്നെ താമസിക്കാനാണ് സാർ പറഞ്ഞത്. പക്ഷേ എന്തോ എനിക്കതിന് മനസ്സ് വന്നില്ല. അവൻ പറഞ്ഞതും ആനന്ദ് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല. നിങ്ങളിരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവൻ പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയി. അല്പസമയത്തിന് ശേഷം ഒരു ട്രേയിൽ 3 ഗ്ലാസ് ജ്യൂസുമായി ഗിരി ലിവിംഗ് റൂമിലേക്ക് വന്നു. ഏട്ടൻ്റെ ഫാമിലി എവിടെ? ഇവിടെ ഇല്ലേ? ട്രെയിൽ നിന്നും ജ്യൂസ് എടുക്കുന്നതിനിടയിൽ ആനന്ദ് ചോദിച്ചു. ഇല്ലടാ, അവളും മക്കളും നാട്ടിൽ പോയിരിക്കുക. 2 ദിവസം കൂടെ കഴിഞ്ഞേ വരൂ. അവൻ ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഇയാളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പോഴും ഒന്നും മിണ്ടാതെ സൈലൻ്റായിരിക്കുന്ന നന്ദുവിനെ നോക്കിക്കൊണ്ട് ഗിരി ചോദിച്ചു. അത് ഞാൻ. അവൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ആളൊരു തൊട്ടാവാടിയാണെന്ന് തോന്നുന്നു. ഈ തൊട്ടാവാടി ഓരോരുത്തനെ കുത്തി മലർത്തിയിട്ട് വരുന്ന വരവാ. വാട്ട്? അവൻ പറഞ്ഞു കേട്ട് ഗിരി ഞെട്ടലോടെ ചോദിച്ചു. നന്ദു ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു. അപ്പോഴേക്കും ആനന്ദ് അവൾ പറഞ്ഞറിഞ്ഞ അവളുടെ കഥയും അവൻ അവളെ താലി കെട്ടേണ്ടി വന്ന സാഹചര്യവും പോകാനൊരു ഇടവുമില്ലാത്തതുകൊണ്ട് അവളെ കൂടെ കൂട്ടിയതുമൊക്കെ വിശദമായി അവനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? എല്ലാം കേട്ട് കഴിഞ്ഞതും ഗിരി അത്ഭുതത്തോടെ ചോദിച്ചു. അറിയില്ല, ചത്തിട്ടുണ്ടാവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനോടൊപ്പം തന്നെ പോലീസ് ഇവിടെ അന്വേഷിച്ചിറങ്ങിയനെ. ആനന്ദ് പറഞ്ഞതും നന്ദു ഞെട്ടലോടെ അവനെ നോക്കി.
സത്യത്തിൽ ആ നിമിഷമാണ് സഹീറിനെക്കുറിച്ച് താൻ ചെയ്ത കുറ്റകൃത്യവും ഒക്കെ അവളുടെ ഓർമ്മയിൽ വന്നത്. അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് അവളെ അന്വേഷിച്ച് വന്നേനെന്ന അവൻ്റെ വാക്കുകൾ അവളെ ഭയത്തിലാഴ്ത്തി. അവൾ ദയനീയമായി ആനന്ദിനെയും ഗിരിയെയും മാറി മാറി നോക്കി. ഏയ്, താൻ പേടിക്കാതോ, അവൻ്റെ ആളുകൾ ആ വീടിന് ചുറ്റും ഉണ്ടായിരുന്നെന്നല്ലേ താൻ പറഞ്ഞത്? ആ പാറ അവനെ രക്ഷിച്ചിട്ടുണ്ടാകും. അതൊക്കെ പോട്ടെ, എന്താ അവൻ്റെ പേര്? ഗിരി അവളിൽ നിന്ന് ആശ്വസിപ്പിച്ച ശേഷം ചോദിച്ചു. അത് സഹീർ, സഹീർ മുഹമ്മദ്. അവളൊന്ന് ഓർത്തുകൊണ്ട് മറുപടി പറഞ്ഞതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. സഹീർ? ഗിരി എന്തോ ഓർത്തതുപോലെ അവൻ്റെ പേര് ഉരുവിട്ടു. തനിക്ക് അവൻ്റെ മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയോ? അവൻ്റെ സ്ഥലം, ജോലി, അങ്ങനെ എന്തെങ്കിലും? പെട്ടെന്ന് എന്തോ കത്തിയതുപോലെ അവൻ മുന്നോട്ടൊന്ന് ആഞ്ഞിരുന്നുകൊണ്ട് അവളോടായി ചോദിച്ചു. അത് മുംബൈയിൽ എന്തോ ബിസിനസ് ആണെന്നാണ് അമ്മാവൻ പറഞ്ഞത്. സത്യമാണോ കള്ളാണോ എന്നൊന്നും എനിക്കറിയില്ല. അവൾ ഗിരിയോടായി പറഞ്ഞതും പെട്ടെന്ന് ഗിരി തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഗ്യാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെർച്ച് ചെയ്ത് അവളെ കാണിച്ചു. ദീ നോക്കി, ഇതാണോ താൻ പറഞ്ഞ സഹീർ? അവൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി നന്ദുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. മുഖത്ത് ഭയം തെളിഞ്ഞു. അവൾ അവരെ നോക്കി ദയനീയമായി ഇന്ന് തലയാട്ടി. അവളുടെ ഭാവമാറ്റത്തിൽ നിന്ന് തന്നെ അവർക്കത് സഹീർ തന്നെയാണെന്ന് മനസ്സിലായിരുന്നു. ഹീസ് എ ക്രിമിനൽ ആനന്ദ്. ഇവനില്ലാത്ത ഇല്ലീഗൽ ബിസിനസ് ഒന്നുമില്ല. കള്ളക്കടത്ത്, ഡ്രഗ്സ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അങ്ങനെ നിരവധി ബിസിനസ്സുകളുണ്ട് അവൻ്റെ കയ്യിൽ. താൻ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടായിരിക്കും. ഗിരി പറഞ്ഞു കഴിഞ്ഞതും നന്ദുവിൻ്റെ കൈകൾ ഭയത്താൽ വിറച്ചു. അവൾ ആനന്ദിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഏയ്, റിലാക്സ് നന്ദിനി, അത് കഴിഞ്ഞില്ലേ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. ആനന്ദ് ഗിരി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു. ശരിയാടും, എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി താൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ഗിരി പറഞ്ഞതും അവൾ അവനെ നോക്കിയെന്ന് വിളറിയ പുഞ്ചിരി മറുപടിയായി നൽകി. രണ്ടുപേർക്കും നല്ല യാത്രാക്ഷീണം കാണും. ആദ്യം രണ്ടുപേരും പോയി ഒന്ന് ഫ്രഷ് ആയി വാ. അപ്പോഴേക്കും ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം. ഗിരി പറഞ്ഞിട്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും അവരും എഴുന്നേറ്റു. ഗിരി അവർക്ക് ഫ്രഷ് ആവാനുള്ള മുറി കാണിച്ചു കൊടുത്തു. അല്പസമയത്തിന് ശേഷം അവർ ഇരുവരും ഫ്രഷായി തിരികെ വന്നു. അപ്പോഴേക്കും ടേബിൾ അവർക്കുള്ള ഫുഡ് നിരന്നിരുന്നു. ഇത്ര പെടുന്ന ഫുഡ് കൊണ്ടുവന്ന ഗിരിയേട്ടാ? ടേബിളിരുന്ന വിഭവങ്ങളിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് ആനന്ദ് ചോദിച്ചു. ഇവിടെ എല്ലാം ഫാസ്റ്റാണ്. ഞാൻ മാത്രമാകുമ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഇതിപ്പോൾ നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. സാറിൻ്റെ പെങ്ങൾ അറിഞ്ഞാൽ ദേഷ്യപ്പെടും. കൃത്യസമയത്ത് തന്നെ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണമെന്ന പുള്ളിക്കാരുടെ ഓർഡർ. അതും പറഞ്ഞുകൊണ്ട് അവൻ ടേബിളിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും ആനന്ദും നന്ദുവും കൂടെ ഓരോ ചെയറുകളിലായിരുന്നു. പതിയെ ആനന്ദും ഗിരിയും ഓരോന്നും സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെയും നന്ദുവിൻ്റെ മനസ്സ് നിറയെ സഹീറിനെക്കുറിച്ചും ഗിരി പറഞ്ഞ വാക്കുകളായിരുന്നു. രാത്രിയിൽ ഗാർഡിലെ സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഗിരിയും ആനന്ദും. ഇനിയിപ്പോൾ എന്താ നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്തായാലും ഉടനെയൊന്നും ഇനി നാട്ടിലേക്കൊന്നും തിരിച്ചു പോക്കുണ്ടാവില്ലല്ലോ അല്ലേ? കയ്യിലിരുന്ന ബിയർ ബോട്ടിൽ ഉയർത്തി അല്പം ചുണ്ടോട് ചേർത്തുകൊണ്ട് ഗിരി ആനന്ദിനോടായി ചോദിച്ചു. ഇല്ല ഗിരിയേട്ടാ, അവിടെ നിന്നും ഇറങ്ങുമ്പോൾ എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു അന്ന് ഞാൻ ആ പഴികൾ ഇറങ്ങിയത്. ഇനിയും അങ്ങോട്ടേക്ക് ഒരു തിരിച്ചു പോക്ക് അതെന്തായാലും ഉടനെയൊന്നും ഉണ്ടാവില്ല. എന്നെ മനസ്സിലാക്കാത്തവരെയൊന്നും എനിക്കും വേണ്ട ഗിരിയേട്ടാ. അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. ആ സമയം അവൻ്റെ കണ്ണിൽ നിന്നും പൊടിഞ്ഞ കണ്ണുനീരിനെ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ അവൻ അവിടെ തന്നെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ജോലി നോക്കുന്നോ നീ? അല്പസമയം കഴിഞ്ഞതും ഗിരി വീണ്ടും അവനോടായി ചോദിച്ചു. ജോലി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബിസിനസ് നോക്കണം. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കുറച്ച് ഫണ്ട് കയ്യിലുണ്ട്. അത് വെച്ച് തുടങ്ങാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ്. അവൻ പതിയെന്ന് ചാരിയിരുന്നുകൊണ്ട് പറഞ്ഞു. ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് മോറൽ സപ്പോർട്ടിന് ആരെങ്കിലും വേണ്ടേ? അവൻ പറഞ്ഞു കേട്ട് ഗിരി സംശയത്തോടെ ചോദിച്ചു. അത് വേണം. ഏട്ടൻ്റെ ബോസിനോടൊന്ന് സംസാരിക്കുമോ? പുള്ളിക്കാരന് ഇവിടെ ഒരുപാട് ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഈ മിനിസ്ട്രി ലെവലിലൊക്കെ നല്ല പിടിപാടൊക്കെ ഉണ്ടാകുമല്ലോ. മണി സപ്പോർട്ട് വേണ്ടേ? സ്റ്റാർട്ടിങ്ങിലുള്ള ഫോർമാലിറ്റീസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ സഹായിച്ചാൽ മതി. അത് നമുക്ക് ശരിയാക്കാം, നീ ടെൻഷൻ ആകണ്ട. അവൻ പറഞ്ഞതും ഗിരി അവൻ്റെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് സാറ് ഫാമിലിയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാറിനോട് നേരിട്ട് വിശദമായി തന്നെ പറയാം. ഗിരി അവനോടായി പറഞ്ഞു. താങ്ക്സ് ഏട്ടാ, താങ്ക്സ് ലോട്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അവൻ ഗിരിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോടാ, നീയും ഗൗതവുമൊക്കെ എനിക്കൊരുപോലെയല്ലേ. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുമോ? ഗിരി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചതും ആനന്ദ് അവനെ മുറുക്കെ പുണർന്നു. പിന്നെയും അവർ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഗിരി 2 ബോട്ടിൽ ബിയറും ആനന്ദ് 1 ബോട്ടിലും തീർത്തു. ഇനി പൊന്നുമോൻ പോയി കിടക്കാൻ നോക്ക്. നിന്റെ പെണ്ണുമ്പിള്ളതെ അവിടെ നിന്നെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഗിരി ബാൽക്കണിയിൽ നിന്ന് കൊണ്ട് തങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നന്ദുവിനെ ചൂണ്ടിക്കാണിച്ച് ആക്കി ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോയേട്ടാ, ഏട്ടൻ അറിയാവുന്നതല്ലേ കാര്യങ്ങളൊക്കെ. അവനും ബാൽക്കണിയിൽ നിൽക്കുന്ന നന്ദുവിനെ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ അറിയാം. എന്തായാലും കാര്യങ്ങളൊക്കെ
മാറി മറിയും നിമിഷങ്ങൾ മതിയല്ലോ. ഇന്ന് ശത്രുക്കളായിരുന്നവർ പോലും നാളെ മിത്രങ്ങളാകാറുണ്ട്. അതുപോലെ ഇന്ന് രണ്ട് ധ്രുവങ്ങളിൽ കഴിയുന്ന നിങ്ങൾ നാളെ പൂർണ്ണമായും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു തുടങ്ങില്ല എന്നെന്തു ഉറപ്പ്? ഗിരി ഇരിപ്പുരിക്കവും പൊക്കിക്കൊണ്ട് ചോദിച്ചതും ആനന്ദിൻ്റെ കണ്ണുകൾ നന്ദുവിൻ്റെ നേരെ നീണ്ടും. പതി അവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു. ആ, അപ്പം മോനും ആഗ്രഹങ്ങളൊക്കെയുണ്ട് അല്ലേ? അവൻ്റെ നന്ദുവിൻ്റെ മേലുള്ള നോട്ടം പുഞ്ചിരിയും ഒക്കെ കണ്ടതും ഗിരി ഒരു ആക്കി ചിരിയോടെ ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറയാതെ അവനൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. നടക്കട്ടെ നടക്കട്ടെ. ആദ്യം ഞാൻ ചവിട്ടി നിൽക്കട്ടെ ഏട്ടാ. അത് കഴിഞ്ഞ് ഒരുമിച്ചുള്ള ജീവിതമൊക്കെ തുടങ്ങാം. ഗിരിയുടെ കളിയാക്കൽ കേട്ടതും അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ശരി ഏട്ടാ, എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഏട്ടാ. അവൻ ഗിരിയോട് പറഞ്ഞിട്ട് തൻ്റെ മുറിയിലേക്ക് പോയി. ആനന്ദം മുറിയിലെത്തിയതും ബാൽക്കണിയിൽ നിന്ന് നന്ദുവും അകത്തേക്ക് കയറി വന്നു. തനിക്ക് എൻ്റെ കൂടെ ഈ മുറിയിൽ സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നന്ദിനി? അങ്ങനെയാണെങ്കിൽ ഏട്ടനോട് പറഞ്ഞ് മറ്റൊരു മുറി അറേഞ്ച് ചെയ്തു തരാം. അവൻ പറഞ്ഞു കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. എന്തിന് വെറുതെ അദ്ദേഹത്തെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ ഈ സോഫയിൽ കിടന്നോളാം. അവൾ സൈഡിലായിട്ടിരിക്കുന്ന സോഫയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അത് വേണ്ടിടും. താൻ കട്ടിലിൽ കിടന്നു, ഞാൻ സോഫയിൽ കിടന്നോളാം. ഇറ്റ്സ് ഓക്കെ സാർ, ഞാൻ സോഫയിൽ കിടന്നോളാം. അതും പറഞ്ഞുകൊണ്ട് അവൾ കട്ടിൽ നിന്നും ഒരു ഷീറ്റും പില്ലോയും എടുത്തുകൊണ്ട് സോഫയിലേക്ക് പോയി കിടന്നു. ഒരു നിമിഷം അവൾ കിടക്കുന്നത് നോക്കിയ ശേഷം അവനും കട്ടിലേക്ക് കയറി കിടന്നു. ചോദിക്കാൻ മറന്നു, തന്നെ ഞാൻ എൻ്റെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? കട്ടിലേക്ക് കിടക്കുന്നിടയ്ക്ക് അവനൊന്ന് തല പൊക്കി നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? തല ചായ്ക്കാൻ ഒരു കൂര പോലും കിട്ടാതെ പെരുവഴിയിൽ കിടക്കേണ്ട അവസ്ഥ വന്നില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യല്ലേ. സാറിനെ സാറിൻ്റെ കൂടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നാളെ ഏതെങ്കിലും പത്രത്തിൻ്റെ ചരമക്കോളത്തിൽ എൻ്റെ പേരും ഫോട്ടോയും മച്ചടിച്ച് വന്നേനെ. ഒരു തമാശ പോലെ അവൾ പറഞ്ഞു നിർത്തിയതും അവനൊരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. ആരുമില്ലാതെ അനാഥയായി പോകുന്ന അവസ്ഥ അത് വല്ലാത്ത കഷ്ടം തന്നെയാണ് അല്ലേ സാർ? അത് ചോദിക്കുമ്പോൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ ഈറനായി തുടങ്ങി. അതിനെ തനിക്ക് ആരുമില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവൾ അവനെ സംശയത്തോടെ നോക്കി. തൻ്റെ കഴുത്തിൽ കിടക്കുന്നത് എന്താണെന്നറിയോ? അവൻ ഗൗരവത്തോടെയുള്ള ചോദ്യത്തിൽ അവളൊന്ന് പതറി. അത് താലി. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പതർച്ചയോടെ അവൾ പറഞ്ഞു. യേസ്, താലി. അത് ആര് തൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നത് എന്ന് തനിക്കറിയാമല്ലോ. അതിനവൾ തലയാട്ടി അറിയാമെന്ന് സമ്മതിച്ചു. അപ്പോൾ എന്തിനു പോകുന്ന ഒരു ഭർത്താവ് തൻ്റെ കൂടെ ഉള്ളപ്പോൾ താൻ എങ്ങനെയാണോ അനാഥയാവുന്നത്? അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കിയിരുന്നു. ഭർത്താവോ? ആദ്യത്തെ ഞെട്ടൽ മാറിയതും അവൾ പകപ്പോടെ അവനോടായി ചോദിച്ചു. അതെ, ഭർത്താവ്. കഴുത്തിൽ താലി കെട്ടിയവനെ ഭർത്താവെന്ന് തന്നെയല്ലേ നിങ്ങൾ വിളിക്കുന്നത്? അത് കേട്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. തമാശയാണോ സാർ ഉദ്ദേശിച്ചത്? അല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. പക്ഷേ എനിക്ക് തമാശ പോലെ തോന്നിയത്. അതെൻ്റെ കുറ്റമല്ലല്ലോ. സാറിന് പോയി പാതിരാത്രിയിലാണ് ഒരു തമാശയും കൊണ്ട് ഇറങ്ങുന്നത്. അവൾ അവനെ നോക്കി പറഞ്ഞിട്ട് സോഫയിലേക്ക് കിടന്നുകൊണ്ട് ഷീറ്റ് എടുത്ത് കഴുത്ത് വരെ മൂടി. എൻ്റെ പെണ്ണെ, നീ ആദ്യം ഈ സാറയൊന്ന് വിളി നിർത്ത്. ഒരുമാതിരി പഠിപ്പിക്കുന്ന സാറിനെ വിളിക്കുന്ന പോലെ. അവൻ ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെ ഇപ്പോൾ എന്താ ഞാൻ വിളിക്കേണ്ടത്? അവൾ തലയിൽ നിന്ന് അല്പം പൊക്കി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ, തീറി മാത്രം വിളിക്കാതിരുന്നാൽ മതി. അവൻ പറഞ്ഞു കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആലോചിച്ചു. എന്നാൽ ഞാൻ നന്ദേട്ടെന്ന് വിളിക്കട്ടെ? അവൾ ചോദിച്ചു കേട്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി. പറഞ്ഞില്ലെങ്കിലും അവൻ്റെ മനസ്സിലും അവൾ അങ്ങനെ വിളിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. വയനാട്ടിലെ വീട്ടിൽ വെച്ച് അവൾ അങ്ങനെ വിളിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു. ഒന്നുകൂടി അവളെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവനത് അടക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനെന്താ, നീ അങ്ങനെ തന്നെ വിളിച്ചോ? അവനൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. അപ്പോൾ നന്ദേട്ടൻ്റെ കൊച്ചു വേഗം കിടന്നുറങ്ങിക്കോ. അവനൊരു കുസൃതി ചിരിയോടെ പറയുന്ന കേട്ടതും അവളൊരു പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു കിടന്നു. ഒരു നിമിഷം കൂടി അവളിൽ നിന്ന് നോക്കിയ ശേഷം അവനും പതിയെ കട്ടിലേക്ക് കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. 2 ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി. ആനന്ദും നന്ദുവും കിരിയുടെ കൂടെ അവൻ്റെ ഔട്ട് ഹൗസിൽ തന്നെ കഴിഞ്ഞു. ആനന്ദ് ഒരു ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് റെൻറ്റിനെടുത്തോ മാറാമെന്ന് പറഞ്ഞെങ്കിലും ഗിരി അതിന് ഒന്നിനും സമ്മതിച്ചില്ല. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുവരെ അവൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് അവൻ കർശനമായി ആനന്ദിനോട് പറഞ്ഞു. അതോടുകൂടി ആനന്ദ് ഫ്ലാറ്റിലേക്ക് പോകുന്ന തീരുമാനം മാറ്റി അവൻ്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അതിനിടയിൽ ഗിരിയുടെ ബോസിൻ്റെ പെങ്ങളെയും ഫാമിലിയെയും അവൻ ആനന്ദിനും നന്ദുവിനും പരിചയപ്പെടുത്തി കൊടുത്തു. ആ കുട്ടിയുമായി നന്ദു പെട്ടെന്ന് തന്നെ അടുത്തു. അവിടെ ഇരട്ട കുട്ടികളുടെ കൂടെ കളിക്കുകയാണ് ഇപ്പം നന്ദുവിൻ്റെ പ്രധാന പണി. ഇന്നലെ ഗിരിയേട്ടൻ്റെ ബോസ് വരുന്നത്. സീറ്റോട്ടിലിരുന്ന ലാപ്പിലെന്തോ അർജൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗിരിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ആനന്ദ് ചോദിച്ചു. ഇന്ന് നൈറ്റ് ആകുമെന്ന് സാർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അവൻ ലാപ്പിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു.
ചേച്ചിയും മക്കളും അവിടെ കൂടിയാണ് വരുന്നത് അല്ലേ? ആനന്ദും അവൻ്റെ അരികിലായി കിടന്ന ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. അതേടാ, അല്ലെങ്കിൽ അവർ തനിച്ച് ഇത്രയും ദൂരെ വരണ്ടേ? സ്നേഹ തനിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ മക്കളും കൂടെ ഉള്ളതുകൊണ്ടാണ്. മോള് പാവമാണെങ്കിലും മോൻ നല്ല വികൃതിയാണ്. അവൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവൻ ലാപ്പ് അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞതും ആനന്ദൊന്ന് പുഞ്ചിരിച്ചു. ആ പിന്നെ ഞാൻ സാറിനോട് നിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, വന്നിട്ട് സംസാരിക്കാമെന്ന സാർ അപ്പോൾ പറഞ്ഞത്. സാർ നോ എന്നെങ്ങാനും പറയുമോ ഗിരിയേട്ടാ? അവൻ അല്പം ടെൻഷനോട് ചോദിച്ചു. ഏയ്, ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. ജെനുവിനായിട്ടുള്ള എന്ത് സഹായത്തിനും സാർ കൂടെ നിൽക്കും. ഗിരി ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ടും ആനന്ദിന് അല്പം ആശ്വാസം തോന്നി. ഇത്രയും നേരം വരെ മനസ്സിൽ എന്തിനുമെന്നറിയാത്ത ഒരു ടെൻഷൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു.